സേതുവിന്റെ പള്ളിവീടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് പല്ലവി എന്ന് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി ഋതുവിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, അവള് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതൊന്ന് ഓർത്തിട്ട് പല്ലവി ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഏറ്റു. ഋതു പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് പല്ലവിക്ക്. ഈ സമയത്ത് പൂർണിമ രാജലക്ഷ്മിയെ വിളിക്കണം. രാജലക്ഷ്മിയെ വിളിച്ചിപ്പോ രാജലക്ഷ്മി ചോദിച്ചു, എന്തൊക്കെയുണ്ട് പൂർണിമ വിശേഷങ്ങൾ, സുഖമല്ലേന്ന് ചോദിച്ചു. എനിക്കെന്ത് സുഖം, സുഖം മൊത്തം രാജലക്ഷ്മിക്കല്ലേന്ന് ചോദിച്ചു. അതെന്താ പൂർണിമ അങ്ങനെ ഒരു പറച്ചില്? അല്ല, എനിക്കിവിടെ വലിയ സുഖവും സന്തോഷമൊന്നുമില്ല, അന്നും ഒന്നും സൂഹിക്കുന്ന ആള് രാജലക്ഷ്മിയാണ്. അത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, അതിനുള്ളൊരു യോഗോ ഭാഗ്യമോ ഒക്കെ വേണം, അതെന്താണല്ലോ എനിക്ക് വേണ്ടുവോളം ഉണ്ടെന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, എനിക്കും അതൊക്കെ ഉള്ളതാ. വേണ്ടാത്ത വയ്യാവേലികളൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന സുഖ സന്തോഷമൊക്കെ കിട്ടും. ഓരോന്നൊക്കെ എടുത്ത് ഞാൻ തലയിലേക്ക് വെക്കുന്ന അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടാൽ മതി. പക്ഷേങ്കില് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. ഈ സമയത്ത് രാജേഷ് പറഞ്ഞു, പൂർണ്ണിമ എനിക്കിവിടെ കുറെ ജോലികളുണ്ട് അറിയാലോ, പാർ ഗർഭിണിയും കൂടെയാണ്, അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലാ വെച്ചേക്കുമെന്ന് പറയണ. അയ്യോ വെക്കല്ലേ, ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. അപ്പൊ ഇതുവരെയായിട്ടും കാര്യം പറഞ്ഞില്ലേ? കാര്യം എന്താന്ന് വെച്ചാ പറ പൂർണ്ണിമേ. അതെ, രാജലക്ഷ്മി ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് വരാണ് എന്തിനാ? എനിക്കിവിടെ കുറെ തിരക്കുണ്ട്, വന്നേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ രാജലക്ഷ്മിക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി വിട്ട് മാറും, രാജലക്ഷ്മി ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞ് പൂർണ്ണിമ കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് രാജലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പൂർണ്ണിമ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, എന്ത് കാരണമായിരിക്കും, ഇനിയിപ്പോ എന്ത് കുരിശാണോ വരാൻ പോതെ. ആ സമയത്താണ് പാറും വിശ്വം കൂടെ വരുന്നേ. അപ്പൊ പാറു ചോദിച്ചു, എന്താമ്മേ? അതെ, പൊന്നുമടത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന പൂർണിമ. അതെന്തിനാ പോലും? പൂർണിമയുടെ ഉത്തരവാണ് പോലും ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. അത് കേട്ടപ്പോ പാറു പറഞ്ഞു, അങ്ങനെയാണെ അമ്മയെങ്കിൽ ചെല്ലേ, അമ്മയെ ക്ഷണിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അവിടെ എന്തിരുന്നിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നേ? വിശ്വം പറഞ്ഞു, അത് പിന്നെ അമ്മയുടെ മരുമോൾ അവിടെ ഉണ്ടല്ലോ, ഋതുവിന് വയറ്റൊരു കുഞ്ഞുള്ളല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, എനിക്ക് അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ ദേഷ്യം വരുന്നത് അതുകൊണ്ടാ, എനിക്ക് അവളുടെ തിരുമോന്ത കാണാൻ ഇഷ്ടമില്ല, എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തോണ്ടാ. പാറു പറഞ്ഞു, അങ്ങനെ പറയരുതമ്മേ, ചേച്ചി ഗർഭിണിയായിട്ടിരിക്കുമല്ലേ. പിന്നെ ഗർഭിണിയായിട്ടിരിക്കുമല്ലേന്ന്, അവൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയനം, അവൾ ഉള്ളതുകൊണ്ടാ എന്റെ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയം ഋതു പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി എന്നിട്ട് ചോ, അല്ല ഋതു, നീ ഇത് എങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുക? അത് പിന്നെ എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? എനിക്കൊരു കാര്യം ചെയ്യാം, ഞാനും വരാം. അല്ല, പല്ലവിക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? അത് സാരമില്ല, ഞാനേ ലീവ് വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തനിച്ചു പോയിക്കോളാം, എനിക്ക് തനിച്ചു പോകുന്ന ഇഷ്ടം, അല്ലെങ്കിൽ എന്റെ കൂടെ ആരെങ്കിലും ഉള്ളതൊന്നും എനിക്കിഷ്ടമില്ല, ഞാൻ ചിലപ്പോൾ എതിരോടെയൊക്കെ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അല്ലേ പറഞ്ഞു, ഋതു ഈ സമയത്ത് നീ ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. വയറ്റൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ടാണോ? അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്നെ നോക്കാനായിട്ട്, ഞാൻ തനിച്ചു പോയിക്കോളാം, എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഋതു പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം പല്ലവിക്ക് വീണ്ടും സംശയമായി. അങ്ങനെ ഋതു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പൂർണ്ണിമ വെച്ചു, നീ ഇതെങ്ങോട്ടാ? അത് പിന്നെ ഞാന് ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞു. പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ഉണ്ടായിരുന്നു. ആ സമയത്ത് പല്ലവി കേട്ടി പറയുന്നത്. പല്ലവി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്, ഋതു എന്താ പറയണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, നീ തന്നെ ക്ഷേത്രത്തിലേക്കൊന്നും പോണ്ട. എന്താ, ഞാൻ തനിച്ചു പോയാലും എന്താ പ്രശ്നം? അതെ, ഈ സമയത്ത് അങ്ങനെ പോകാൻ കൊള്ളില്ല തനിച്ച്. എന്തിനും ഏതിനും അമ്മയ്ക്ക് ന്യായമുണ്ടല്ലോ. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, ഞാൻ ആ രാജലക്ഷ്മിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവര് വന്നു കഴിയുമ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കണം ഇന്ത്യന്റെ കാര്യത്തില്. അമ്മ ഒരു കാര്യം ചെയ്യുക, അവര് വരുമ്പോ അവരോട് അമ്മ സംസാരിച്ചാൽ മതി, എനിക്ക് ആ സ്ത്രീയുടെ മോഹം കാണുന്ന തന്നെ ഇഷ്ടമില്ല. അത് മാത്രമല്ല, അമ്മയൊരു രാജവെമ്പാലയെ പിടിച്ച് എന്റെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുവാണല്ലോ, അവൻ കാരണം എനിക്കൊരു സ്വസ്ഥത സമാധാനം ഇല്ല, അതുകൊണ്ടൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേ. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, രാജവെമ്പാല നിന്നെ കടിക്കാൻ വന്നൊന്നുമില്ലല്ലോ, പിന്നെ നീ ഇത്ര ബുദ്ധിമുട്ട് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല, അവൻ നിന്റെ ഭർത്താവല്ലേന്ന് ചോദിച്ചു. ഒരു ഭർത്താവ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നത് നല്ലതെന്നും പറഞ്ഞ് ഋതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഋതു പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. പൂർണ്ണിമയോട് പറഞ്ഞു, അമ്മേ ഞാൻ കോളേജ് വരുന്നു പോകാന്ന് പറഞ്ഞു. അല്ല, ഇതെന്താ പെട്ടെന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ? അതെ, സേതുവേട്ടൻ വരുമ്പോ സേതുവേട്ടനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ ഇട കൊടുക്കുന്നതിന് മുമ്പ് പല്ലവി പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് ഋതു എന്ത് ചെയ്തു, പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ശ്രീഹരിച്ചു, അല്ല ഋതു നീയും കണ്ട? അതെ, എനിക്ക് പുറത്തു വരെ ഒന്ന് പോകണം, എന്നാ ബാ ഓട്ടോറിക്ഷ കയറ്, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. നടന്നു പോകാനോ? അതെ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു എക്സസൈസ് ഒക്കെ വേണം ഈ സമയത്ത്, അതുകൊണ്ട് നടക്കാൻ തന്നെ വിചാരിച്ചു. അല്ല ഋതു വേണ്ട, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് ഓടി വന്നു. ഓടി വന്നിട്ട് ശ്രീഹരി ഓടിച്ചു, ഋതു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു.
പുറത്ത് പോകാന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞു. പല്ലവി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീഹരി, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന്. ദേ നമുക്ക് അവളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല സേതുവേണ്ണൻ എന്തിയെ? സേതുവേണ്ണനെ കൂടെ വിളിക്കുക, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അത് വേണ്ട, സേതുവേണ്ണൻ എന്തോ തിരക്കിലാന്ന് തോന്നുന്നത്, രാവിലെ തൊട്ട് തുടങ്ങി ഫോൺ വിളിയും കാര്യങ്ങളൊക്കെയാ, നമുക്ക് തനിച്ച് പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, എന്നാ ചേച്ചി കയറ്, അത് ഒരു 5 മിനിറ്റ് നിൽക്ക്, കാരണം അവള് നടന്നു പോവാന്നല്ലേ പറഞ്ഞേ. അപ്പൊ അവൾക്ക് ചിലപ്പോൾ സംശയം കാണും നമ്മൾ പിന്നാലെ ചെല്ലുവാന്ന്. അപ്പോൾ അവൾ എന്തായാലും കുറച്ച് ദൂരം നടക്കും. അവള് നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നോടം വരെ നമ്മൾ അവളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറയണേ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിയും പല്ലവിയും കൂടെ ഋതുവിനെ ഫോളോ ചെയ്ത് പോവാണ്. ഇച്ചിരി ദൂരം ചെന്നപ്പോൾ ഋതുവിനെ കണ്ടില്ല. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, അല്ല പല്ലവി ചേച്ചി, ഇനിയിപ്പോ ഋതു വല്ല വണ്ടിയെ കയറി പോയി കാണുമോ? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് പല്ലവി ആ കാഴ്ച കാണുന്നത്. ഋതു ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നത്. ഇതേ ശ്രീഹരി ഓട്ടോറിക്ഷയ്ക്ക് കയറുന്നുണ്ട് അവളെന്ന് പറഞ്ഞു. ശരി, ഞാൻ ആ വണ്ടിയെ ഫോളോ ചെയ്തോളാന്ന് പറഞ്ഞു. അല്ല, എന്റെ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് വരാൻ ഋതു തയ്യാറായില്ല, പിന്നെ ഇത് എങ്ങോട്ടായിരിക്കും പോലും പോകുന്നേ? അതെ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വിഷയമുള്ള കാര്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാ. ഒരു പക്ഷേങ്കിൽ നമ്മൾ ആ ഒപ്പം ചേർന്ന് പോണ്ട. ചേർന്ന് പോയിട്ടാൽ അവൾക്ക് സംശയം തോന്നും, അവൾ എന്ത് കാര്യം നടത്താനാണ് പോകുന്നത്, അത് അവൾ നടത്താതെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, ശരി ചേച്ചി എന്ന് പറയണം. ഇതേ സമയത്ത് ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടെന്ന് വേണുവിന് കൊടുക്കുവാണ് ശൈലജ. അപ്പോഴേക്കുമാണ് മയൂരി അങ്ങോട്ട് വരുന്നത്. മയൂരി വന്നിട്ട് പറഞ്ഞു, പപ്പ ശ്രീകാന്തിന്റെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പപ്പ എന്താ മറുപടി ഒന്നും കൊടുക്കാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്ത് മറുപടി കൊടുക്കാനായിട്ടാ? അല്ല, അവർ ചോദിച്ച് ന്യായമായിട്ടുള്ള കാര്യമല്ലേ, പപ്പയുടെ അമ്മയുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ, അത് കൊടുത്താൽ എന്താ പപ്പായ്ക്ക് പ്രശ്നം? പിന്നെ കൊടുത്തു പോലും ഈ പറയുന്ന ശ്രീകാന്തും വീട്ടുകാർ നേരത്തെ വന്നിട്ട് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിട്ട് പോയതല്ലേ, അതുകൊണ്ട് അവരുമായിട്ട് ബന്ധം കൂടെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മയൂരി ചോദിച്ചു, പിന്നെ എന്തിനാ പപ്പ സേതുവേട്ടനോട് പറഞ്ഞത്? ഈ വിവാഹം നടത്താനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട്. അതൊക്കെ ഞാൻ അപ്പോഴങ്ങനെ പറഞ്ഞു. ഓഹോ, അപ്പൊ പപ്പ പറ്റിക്കുവാണ് എല്ലാരും അല്ലേ? ഒരു കാര്യം പപ്പ കേട്ടോ, ഞാൻ ഒരാളുടെ കഴുത്തിൽ ഒരാളുടെ മുന്നിൽ തല കുണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീകാന്തിന് മുന്നിൽ മാത്രമായിരിക്കും. എന്റെ കഴുത്തെ താലി ആർത്തുന്നുണ്ടെങ്കിൽ അത് ശ്രീകാന്ത് ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് മയൂരി അങ്ങോട്ട് പോവാണ്. അത് കേട്ടപ്പോൾ വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇതേ സമയം ഋതു പോയ പിന്നാലെ തന്നെ ഓട്ടോറിക്ഷ സേതുവും പല്ലവിയും പോവാണ്. എന്നാലും അവർക്ക് സംശയം ഉണ്ടായിരുന്നു ഋതു അങ്ങോട്ടാ പോണേന്ന്. ഇതേ സമയം ഋതുവിന്റെ ഫോണിലേക്ക് രാജമ്മ വിളിക്കുകയാണ്, കുഞ്ഞെ നീ ഇത് എവിടെയാ? ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇതേ രാജമ്മ ചേച്ചി ഇവിടെ ഒരു അടുത്ത സ്റ്റോപ്പിൽ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ യൂണിവേഴ്സ് സാരിയിലൊന്നും അല്ല, അല്ലാത്ത നോർമൽ സ്റ്റേജിലുള്ള സാരിയില്ല. ആർക്ക് സംശയമൊന്നും തോന്നലല്ലോ. പിന്നീട് കാര്യമുണ്ട്, മോളുടെ കൂടെ ഞാൻ ബൈസ്റ്റാൻഡേർഡ് നിന്നാ പോലെ. മതി ചേച്ചി, ചേച്ചിക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഞാൻ തരാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല കുഞ്ഞെ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, ചേട്ടാ ഇത്തിരി സ്പീഡ് വിടാൻ പറഞ്ഞു. ഋതുവിന്റെ മനസ്സിലെ ചിന്ത എത്രയും പെട്ടെന്ന് എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം രാജമ്മ മനസ്സ് വിചാരിച്ചു, എടി നിന്നെ കൊണ്ട് ഞാൻ 3-4 ചിട്ടി അടപ്പിക്കാനുള്ള പൈസ ഉണ്ടാക്കും, ഈ രാജമ്മയാരാ നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു രാജമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവിടെ. ആ സമയത്ത് സേതു ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ എന്താ മോനെന്ന് ചോദിച്ചു. ആ സമയം സേതു പറഞ്ഞു, നിങ്ങളുടെ ഇവിടുത്തെ പൊറുതി ഇന്നും കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞു. അവസാനിച്ചെന്നോ? അല്ല, ഞാനിത് എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോകണം, നിങ്ങളെ എനിക്ക് ഇവിടെ നിർത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ മോനെ ഞാന് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ എൻ്റെ അമ്മയോട് എന്താ പറഞ്ഞ, പൂർണ്ണിയമ്മയോട്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്ത് പറഞ്ഞെന്ന്? നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പൊന്നുമരത്തിലെ മാധവമേനോന്റെ സ്വത്തുക്കളിലോ കാര്യങ്ങളിലോ ഒന്നും നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. ഇനി നിങ്ങൾ അയാളുടെ ഭാര്യയല്ലെന്ന് എഴുതി തന്നിട്ട് വേണം പോകാനായിട്ട്. എല്ലാ അവകാശങ്ങളും മകനായ സേതുമാധവനെ കൈമാറുന്നു പറഞ്ഞുകൊണ്ട്. അല്ല മോനെ, അതിന്റെ ആവശ്യമുണ്ടോ? നീ എന്ത് വേണം കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. വേണ്ട, ഇപ്പം നിങ്ങൾ ഇതൊക്കെ പറയും, നാളെ എന്തെങ്കിലും പ്രശ്നമോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് പറയും ഞാനാ മാധവന്റെ ഭാര്യ എന്നും പറഞ്ഞിട്ട് അധികാരം കാണിക്കും. അതിന്റെ ആവശ്യമില്ലോന്ന് പറഞ്ഞു. നിങ്ങളെ എനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതുപോലെ തരം താണ പണികൾ കാണിച്ചേ. കുറെ കാലം നിങ്ങൾ വേണുഗോപാലിന്റെ ഭാര്യയായിട്ട് എന്നിട്ട് പിന്നെ മാധവമേനന്റെ ഭാര്യയാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അധികാരം സ്ഥാപിച്ചു. നിങ്ങൾ പൂർണിമയുടെ എന്താ പറഞ്ഞത്? പൂർണിമ വെപ്പാട്ടിയാന്ന്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞേ? മാധവമേന്റെ വെപ്പാട്ടിയാണ്, ഞാനാണ് ശരിക്കുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയത്, കോർട്ട് ഉത്തരവൊക്കെ ആയിട്ട്. ഈ സമയം പൂർണിമ കൊടുന്നു. പൂർണിമ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ അത് അപ്പുറത്തെ ഇതില് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പൂർണിമയോട് പറഞ്ഞല്ലോ, അതിനുള്ള എന്ത് അധികാര അവകാശം നിങ്ങൾക്കുള്ളേ?
ഇപ്പൊ പൂർണ്ണിമ മാധവമ്മേന്റെ വെപ്പാട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണുഗോപാലിന്റെ ആരായിരുന്നു? ഇവിടെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ അയാളോടൊപ്പം പോയി ജീവിച്ചല്ലേ, ബന്ധം പോലും വേർപിരിയാതെ. അപ്പൊ അയാൾ നിങ്ങൾക്ക് ആരായിരുന്നു ഒക്കെ ചോദിക്കണം. അത് കേട്ടപ്പോ ലക്ഷ്മിയമ്മയുടെ മോഹൻ താണു. ശരിക്കും കാരണം തടിയേറ്റവരെയായി സേതു പറഞ്ഞു, ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള അവകാശങ്ങളോ അധികാരങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് പോണമെന്ന്. അത് കേട്ടപ്പം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ലക്ഷ്മിയമ്മ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ സേതു നല്ല പണി തന്നെയാണ് ലക്ഷ്മിയമ്മയ്ക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.